ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സന്തോഷം, വളരെ സന്തോഷം. ACBക്കും എല്ലാവർക്കും, ACBയുടെ പ്രേക്ഷകർക്കൊക്കെ ഓണാശംസകൾ. ഇത് ആദ്യത്തെ ഓണമാണല്ലോ, ഈ ഭരണസമിതി വന്നതിന് ശേഷം, മേയറായതിനു ശേഷം ആദ്യത്തെ ഓണമാണല്ലോ. എന്തൊക്കെയാണ് നമ്മൾ ഒരു ഭാവി പരിപാടിയായിട്ട് മേയർ കാണുന്നത്? ഞങ്ങൾ നടത്തി വന്ന പരിപാടികളുടെ തുടർച്ച, അതായത് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ തന്നെ ഭരണത്തിലെത്തിയാൽ എങ്ങനെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങളുടെ പ്രവർത്തനം നടത്തേണ്ടതെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. തുടക്കം മുതൽ തന്നെ അതായിരുന്നു ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിയത്. അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്കാണ് തിരുവനന്തപുരത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ എല്ലാ സാധ്യതകളും ഞങ്ങൾ ഒരേ സമയം തന്നെ പ്രയോജനപ്പെടുത്താനുള്ള ചർച്ചകൾ, പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇത് ഇന്ന് നമ്മളിരിക്കുന്നത് ഓണ ആഘോഷം ദിവസമാണ്. കോർപ്പറേഷനിൽ മുഴുവനും എല്ലാ ജീവനക്കാരും കൗൺസിലർമാരും ഒരുമിച്ച് ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. ഇതുതന്നെ പ്രവർത്തനത്തിനൊരു ഉത്തേജനം നൽകുന്ന ഒരു നടപടിയാണ്. അതായത് മുഴുവൻ ജീവനക്കാരും കൗൺസിലർമാരും ഒരുമിച്ച് ഓണാഘോഷം നടത്തുന്നു. ആ ഒത്തൊരുമ ഭാവി പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ പ്രതിഫലിക്കും. അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള എനർജിയും പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. ഒരു കൂട്ടായ്മ ആണ് ഇപ്പം തുടങ്ങി വെച്ചിരിക്കുന്നത്. ഒരു കൂട്ടായ്മ, നല്ലൊരു കൂട്ടായ്മയുണ്ട്. ജീവനക്കാരൊക്കെ തന്നെ വളരെ സജീവമായിട്ട് സഹകരിക്കുന്നുണ്ട്. നമ്മൾ പരിശോധിച്ചാൽ കഴിഞ്ഞ 40 കൊല്ലമായിട്ട് ഇടതുപക്ഷ ഭരണമായിരുന്നു. ഇപ്പോൾ ഇതിപ്പം BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വന്നിരിക്കുകയാണ്. മാത്രമല്ല തിരുവനന്തപുരത്തിന് ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ പോലും വളരെ പ്രശസ്തി ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ ആ ചാലഞ്ചസ് എല്ലാം എങ്ങനെയാണ് മേയർ ഒന്ന് നിലയ്ക്ക് നിറവേറ്റാൻ പോകുന്നത്? ഞാനിതൊക്കെ അവസരങ്ങളായിട്ടാണ്, ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടാണ്, ചലഞ്ചസ് ആയിട്ട് കാണുന്നതിലപ്പുറം എല്ലാ അവസരങ്ങളായിട്ടാണ് കാണുന്നത്. അതായത് ഒരു ചെറിയ ഇതെന്ന് നമ്മൾ കരുതുന്ന കാര്യത്തെപ്പോലും തിരുവനന്തപുരം എന്നുള്ളതിലേക്ക് പ്രയോജനപ്പെടുത്തണം. അപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ മാത്രമല്ല സാധ്യതകൾ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ചിലത് സംസ്ഥാന സർക്കാരുമായിട്ട് കൃത്യമായിട്ടുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത്. ചിലത് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഇടപെടൽ വേണ്ടി വരും. ചിലത് ഇതൊന്നും വേണ്ട, ചില പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ, ചില പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ ഒക്കെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ സാധ്യതകളും പ്രയോജനപ്പെടുത്താനുള്ള അധികാരം കോർപ്പറേഷനില്ല. കോർപ്പറേഷൻ അല്ല അത് ചെയ്യേണ്ടത്. പക്ഷേ സംസ്ഥാന കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും. ഗവൺമെൻറ് തലത്തിലും ഭരണതലത്തിലും ഒക്കെയുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതുമൊക്കെ നമുക്കാകാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫെസിലിറ്റേറ്റർ ആകാൻ വേണ്ടി ചില കാര്യങ്ങൾ സാധിക്കും. അപ്പോൾ ഞങ്ങളുടെ പരമാവധി എനർജി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ ഡേ ടു ഡേ കാര്യങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം മറ്റ് വികസന കാര്യങ്ങളിലേക്ക് മൈൻഡ് അപ്ലൈ ചെയ്യുക, സമയം കൊടുക്കുക എന്നുള്ളതാണ് ആലോചിക്കുന്നത്. അല്ല, അപ്പോൾ അതിൻ്റെ ഏകോപനം മേയർ സ്വന്തം നിലയ്ക്ക് മുന്നോട്ട് നിർത്തി ചെയ്യുകയാണോ? അല്ല, എല്ലാ കാര്യങ്ങളുടെയും ഏകോപനത്തിന് മേയറുടെ ആവശ്യമില്ല. ഇല്ല, ചില കാര്യങ്ങൾ ഏകോപിപ്പിക്കുവാനുള്ള പരിചയസമ്പന്നത എനിക്കുണ്ടാവില്ല. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുവാൻ വേണ്ടിയിട്ട് 6 മാസം മാത്രം ഭരണപരിചയമുള്ള ഞങ്ങൾക്കാവില്ലല്ലോ. അതിന് പരിചയമുള്ളവരുടെ എക്സ്പീരിയൻസ് ഞങ്ങൾ തേടും. ഭരണപരമായിട്ട് പരിചയം ഉള്ളവരുടെ ഉൾപ്പെടെ എക്സ്പീരിയൻസ് ഞങ്ങൾ തേടും. ഇപ്പം നമ്മുടെ സംസ്ഥാനത്തായാലും ഭരണമാറ്റം വന്നിട്ടുണ്ട്. അവരും ഏതാണ്ട് തുടങ്ങിയത് 3-ാം മാസത്തിലോട്ട് കയറിയിട്ടേ ഉള്ളൂ. കോർപ്പറേഷനായാലും ഭരണമാറ്റത്തിൻ്റെ നല്ല ഒരു പോസിറ്റീവായിട്ട് നോക്കാമെങ്കിൽ രണ്ടും ഒരുമിച്ച് വന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തി ഈ കേരള സംസ്ഥാനത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ നിവാസികൾക്കും ഒരു പുതിയ തിരുവനന്തപുരം ഉണ്ടാവേണ്ടതെന്നൊരു ആവശ്യം തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ മികച്ച പ്രതികരണവും മികച്ച സഹകരണവുമാണ് ഇതുവരെ എല്ലാ മേഖലകളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിനും വലിയ സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല പ്രതീക്ഷയാണ് അതിനനുസരിച്ചുള്ളത്. എല്ലാ മേഖലയിൽ ചില വിയോജിപ്പുകൾ ആശയപരമായിട്ട് വരാം, പരിപാടികൾ നടപ്പിലാക്കുന്നതിൽ വരാം. പക്ഷേ ടോട്ടലി നോക്കുമ്പോഴേക്കും നല്ല പ്രതികരണമാണ്. നമ്മളിപ്പോൾ ആഴത്തിൽ പരിശോധിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കീഴിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ കിടപ്പുണ്ട്. കുടിവെള്ളമായാലും വൈദ്യുതീകരണമായാലും റോഡിൻ്റെ ശോചനീയാവസ്ഥ, പുതിയ സബ്ജക്റ്റായ തെരുവ് നായ്ക്കളുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രയോറിറ്റി നിശ്ചയിച്ചിട്ടുണ്ടോ? ഉണ്ട്. തെരുവ് നായ്ക്കളുടെ കാര്യം ആദ്യ പ്രയോറിറ്റി. കാരണം ഏത് നിമിഷവും മനുഷ്യനെ നായ്ക്കൾ കടിക്കാം. അപ്പോൾ തെരുവ് നായ്ക്കളുടെ പ്രശ്നമായിരുന്നു ആദ്യത്തെ പ്രയോറിറ്റി. അത് ഞങ്ങൾ ഒരു പരിധിവരെ പരിഹരിച്ച് തുടങ്ങി. ചെറിയൊരു ശതമാനം മുന്നോട്ട് സാധിച്ചുള്ളൂ. ഞങ്ങൾക്ക് ഷെൽട്ടറുണ്ട്. ഇന്ന് ആര് ചോദിച്ചാലും ഞങ്ങൾക്ക് ഔദ്യോഗികമായി ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ട് കാണിക്കാൻ വേണ്ടി നായ്ക്കളെ പിടിച്ച് പാർപ്പിക്കുന്ന ഷെൽട്ടറുണ്ട്. അവിടെ ഒരു 350-400ഓളം നായ്ക്കളെ ഞങ്ങളിപ്പോൾ പാർപ്പിക്കുന്നുണ്ട്. അതിന് ദിവസം 3 നേരം ഭക്ഷണം കൊടുത്ത് സിസ്റ്റമാറ്റിക്കായിട്ട് പാർപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ നായ്ക്കളെ ഓരോ ദിവസവും പിടിക്കുന്നുണ്ട്, അതിനെ വന്ധീകരിക്കുന്നുണ്ട്. ആ പ്രോസസ്സ് ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ മഴയ്ക്ക് തിരുവനന്തപുരത്ത് മണിക്കൂറുകൾ മഴ പെയ്തിട്ട് വെള്ളം പൊങ്ങിയില്ല. അതിൽ ഞങ്ങൾക്ക് ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചു. ആദ്യമായിട്ട് പരിഹരിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു ചുവട് 8-10 മണിക്കൂർ പോയിട്ട് 1 മണിക്കൂർ മഴ പെയ്താൽ പോലും തിരുവനന്തപുരത്ത് വെള്ളക്കെട്ടുമായിരുന്നുവെങ്കിൽ
കഴിഞ്ഞ മഴയ്ക്ക് വെള്ളം പൊങ്ങാത്തത് ഞങ്ങൾക്ക് വളരെ വലിയൊരു ഞങ്ങളുടെ പ്രവർത്തന മികവിനുള്ള അംഗീകാരമാണ്. ഞങ്ങൾ വളരെ നേരത്തെ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണം ആരംഭിച്ചു. വേസ്റ്റ് മാനേജ്മെൻറ്റ് ഞങ്ങൾക്ക് പ്രായോഗികമായിട്ട്, അതായത് ഒരു പദ്ധതി രൂപീകരിച്ച് മുന്നോട്ട് സാധിച്ചില്ല. പക്ഷേ ഉള്ള പദ്ധതിയിൽ വെച്ചുകൊണ്ട് നിന്നുകൊണ്ട് മിനിമം കാര്യങ്ങൾ ചെയ്തു പോകുന്നു. പക്ഷേ സജീവ ചർച്ചകളുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ കുടിവെള്ള പ്രശ്നം സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടാണ് പരിഹരിക്കേണ്ടത്. പക്ഷേ ഞങ്ങൾ ടാങ്കറുകളിൽ സൗജന്യമായിട്ട് പരമാവധി വെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചില ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അല്ല, വികസന സാധ്യതകൾ ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലയെക്കാട്ടിലും മുൻപന്തിയിൽ നിന്ന് തിരുവനന്തപുരമാണ്. ഇപ്പം വിഴിഞ്ഞമായാലും നമ്മുടെ എയർപോർട്ടായാലും ഇതെല്ലാം ഒരു വികസനത്തിൻ്റെ പാതയിൽ നിൽക്കുകയാണ്. അങ്ങനെ വികസനം വരുമ്പോഴേക്കും നഗരത്തിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണ്. താമസിക്കാനും ഡെയിലി കമ്മ്യൂട്ട് ചെയ്യാനും വരുന്നവരും തമിഴ്നാട് അതിർത്തിയായാലും കൊല്ലം ജില്ലകളിൽ നിന്നിങ്ങോട്ട് ഏറ്റവും ഒരു ജനബാഹുല്യം വരാൻ പോകുന്ന ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മുന്നേ കണ്ടു വേണ്ടേ ഇതിൻ്റെ ബാക്കിയുള്ള ഇൻഫ്രായൊക്കെ ഉണ്ടാക്കേണ്ടത്. തീർച്ചയായിട്ടും തിരുവനന്തപുരം സിറ്റി ഈ 4 നിയോജക മണ്ഡലങ്ങൾ ഒതുങ്ങിയാൽ പറ്റില്ല. തിരുവനന്തപുരം സിറ്റിയുടെ എല്ലാ സാധ്യതയും പ്രയോജനപ്പെടുത്തുന്നത് തിരുവനന്തപുരം ഇനിയും പുറത്തേക്ക് വളരണം. ഇപ്പോൾ സാറ്റലൈറ്റ് സിറ്റീസ് എന്ന് നമുക്ക് പറയാം. അങ്ങനെ ഉദാഹരണത്തിന് നെടുമങ്ങാട്, കാട്ടാക്കട, നെയ്യാറ്റിൻകര, ചിറയൻകീഴ്, ആറ്റിങ്ങൽ ഈ ഒരു റൗണ്ടിലേക്ക് തിരുവനന്തപുരം വികസിക്കണം. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമായ സ്ഥാപനങ്ങൾ ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ, മാലിന്യ സംസ്കരണം സാധിക്കുകയുള്ളൂ, മൂവ്മെൻറ്റ് സാധിക്കുകയുള്ളൂ. ട്രക്ക് ഇപ്പോൾ വിഴിഞ്ഞത്തുനിന്ന് ട്രക്ക് പോകണമെങ്കിൽ തന്നെ, ഈ കണ്ടെയ്നർ കൊണ്ട് ട്രക്കുകൾ പോകണമെങ്കിൽ തന്നെ എന്ത് വലിയ റോഡുകൾ നമുക്ക് ആവശ്യമാണ്. ഈ വരുന്ന ലക്ഷക്കണക്കിന് കണ്ടെയ്നറുകൾ വരുമ്പോഴേക്കും അതിൽ നിന്നും പുറത്തേക്ക് പോകുന്ന സാധനങ്ങൾ ഇതൊക്കെ പ്രോസസ്സ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇത് അനുബന്ധ വ്യവസായങ്ങളുടെ സാധ്യതകളുണ്ട്. അതിന് സ്ഥലം വേണം. അത് സിറ്റിക്കകത്തുള്ള കുറേ സ്ഥലത്ത് കൊണ്ട് മാത്രം സാധിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ വരാൻ പോകുന്ന ആൾക്കാർ ലക്ഷക്കണക്കിന് പേർ അധികമായിട്ട് വരാൻ, ഇപ്പോൾ മുംബൈയിലൊക്കെ ഒന്ന് ഇറങ്ങുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ തിരുവനന്തപുരത്ത് വരാൻ പോവുകയാണ്. അപ്പോൾ അവരെ ഉൾക്കൊള്ളുന്ന തരത്തിലേക്ക് നമ്മുടെ നഗരം മാറണം. എങ്കിൽ മാത്രമേ ആ സാധ്യത മുഴുവൻ പ്രയോജനം, അല്ലെങ്കിൽ നമ്മുടെ പോർട്ടിൻ്റെ പോലും സാധ്യതകൾ നമുക്ക് ചെറിയൊരു ശതമാനം മാത്രമേ പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ സിറ്റി വളരുന്നതിനെക്കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. അല്ല, വികസനത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഒരു കാലത്ത് കേട്ടിരിക്കുന്നത് എറണാകുളം പോലെ ഒരു കമേഴ്ഷ്യൽ ക്യാപിറ്റലാണ്. തിരുവനന്തപുരം ഭരണസിരാ കേന്ദ്രമായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചപ്പാട് മാറി. എറണാകുളത്തെ പോലെ തിരുവനന്തപുരത്തിനും ഒരു കമേഴ്ഷ്യൽ സാധ്യതകൾ കൂടി വരികയാണ്. അപ്പോൾ അനുബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരണം. ഇപ്പോൾ റെയിൽവേ വികസനം ഇടയ്ക്കൊക്കെ ഉണ്ട്. ടെക്നോ പാർക്കിലായാലും ശരി, ആ ടെക്നോ പാർക്ക് ഫേസ് 1, ഫേസ് 2, ഫേസ് 3, ഫേസ് 4 ആയി. അവിടുത്തെ വരുന്ന ജനബാഹുല്യം, അവർക്ക് കഴക്കൂട്ടത്ത് റെയിൽവേ സ്റ്റേഷൻ വികസനം ആവശ്യമാണ്, വേളിയിൽ വികസനം ആവശ്യമാണ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് നമുക്ക് നോർത്തും സൗത്തുമായിട്ട് തിരുവനന്തപുരത്ത് മാറ്റി സെൻട്രൽ ഒരെണ്ണം ഉണ്ടാക്കി ബാക്കിയുള്ള ആളുകളുടെ ഒരു വരവ് പോക്കിന് സുഗമമായ കാര്യങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതായത് ഇപ്പം എറണാകുളം ഒന്ന് നേരത്തെ തന്നെ അവിടെ തുറമുഖമുണ്ട്, 2 ഹൈക്കോടതിയുണ്ട്. ഈ 2 പിന്നെ കേരളത്തിൻ്റെ മിഡിൽ പാർട്ടാണ്. പിന്നെ സിയാൽ വന്നത് എറണാകുളത്തിന് നല്ലൊരു പ്രയോജനം. കാര്യം വിവിധ സ്ഥലങ്ങളിൽ നിന്നും വലിയൊരു എയർപോർട്ടിലേക്ക് വിമാനങ്ങൾ വരാനുള്ള സൗകര്യമുള്ളതുണ്ട്. വിഴിഞ്ഞം പോർട്ടിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ എറണാകുളത്തേക്കാൾ മികച്ച സാധ്യതകൾ തിരുവനന്തപുരത്തുണ്ട്. കാരണം തിരുവനന്തപുരം ഭരണസ്ഥിര കേന്ദ്രം കൂടിയാണ്. അപ്പോൾ ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാൻ ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾക്ക് നമ്മൾ ഇപ്പോഴേ തയ്യാറാണ്. വളരെ ദീർഘവീക്ഷണത്തോടെ ഒരു 20 കൊല്ലം അല്ലെങ്കിൽ ഒരു 15 കൊല്ലം 20 കൊല്ലം കഴിയുമ്പോൾ തിരുവനന്തപുരം എവിടെ എത്തി നിൽക്കണം, 50 കൊല്ലം കഴിയുമ്പോൾ തിരുവനന്തപുരം എടുത്ത് നിൽക്കണം. അപ്പോഴുള്ള സാധ്യതകൾ, അപ്പോഴേക്കും ലോകം എവിടെ എത്തി നിൽക്കും, അതിന് തിരുവനന്തപുരത്തിന് എന്തൊക്കെയാണ് സാധ്യതകൾ, ആ രീതിയിലുള്ള ഗൗരവമായ ചർച്ച ഇതുവരെയും തിരുവനന്തപുരത്തെ കേന്ദ്രീകരിച്ച് നടന്നിട്ടില്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നിർമ്മിക്കുമ്പോഴേക്കും വളരെ ഒരു ദീർഘവീക്ഷണത്തോടെ നിർമ്മിക്കണം. അങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു മുതിർന്ന ഒരു റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനെ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മേരെ നിങ്ങളുടെ കയ്യിൽ ഒരു 7000 പേർ താമസിക്കാൻ ആവശ്യമായൊരു ഫ്ലാറ്റിൻ്റെ പെർമിഷന് വേണ്ടി റിക്വസ്റ്റ് വന്നാൽ അതിൽ വയലേഷനൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അനുവദിക്കും. വയലേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ അനുവദിക്കും. ഉടൻ തന്നെ അവർ ഫീസ് അടയ്ക്കുന്നു, ഫ്ലാറ്റിൻ്റെ പണി വളരെ വേഗം നടക്കുന്നു, അവർ ബുക്കിംഗ് എടുക്കുന്നു, വിൽക്കുന്നു, ആൾക്കാർ താമസമാകുന്നു. അപ്പോഴാണ് ഈ 7000 പേർക്ക് ആവശ്യമായ കുടിവെള്ളം എത്താനുള്ള സൗകര്യം അവിടെ ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ ആലോചിക്കുന്നത്. കാര്യം അവിടെ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരില്ല വീട്ടിൽ. അപ്പോഴാണ് 25000 പേർ താമസിച്ചിരുന്നു കൊണ്ടിരുന്ന സ്ഥലത്ത് 7000 കൂടെ വന്ന് 32000 പേരായി കഴിഞ്ഞാൽ അതിനുള്ള വെള്ളം 25000 പേർ വെള്ളം പോലും അവിടെ കാണില്ല. അതിനേക്കാൾ പ്രതിസന്ധി 7000 പേര് വന്നാൽ പിറ്റേ ദിവസം രാവിലെ അവർക്ക് ഡ്രെയിനേജ് സൗകര്യം ഇവിടെ ഉണ്ടോ അവിടെ നിന്ന്? അതുകൊണ്ടാവില്ല. അപ്പോൾ ഇവിടെയാണ് മനുഷ്യജീവിതം പ്രതിസന്ധിയിലാവുന്നത്. അപ്പോൾ
7000 പേരുടെ ഫ്ലാറ്റിന് അപ്രൂവൽ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ 7000 പേർക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളം അവിടെ എത്തണം, അവർക്ക് ആവശ്യമായ ഡ്രെയിനേജ് സൗകര്യം എത്തണം, പാർക്കിംഗ് സിസ്റ്റം ഉണ്ടാവണം, ആ കൂടത്തെ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമുള്ള സ്കൂളുകൾ ഉണ്ടാവണം, അവർക്ക് ആവശ്യമായിട്ടുള്ള സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ടാവണം. ഇങ്ങനെയുള്ള 7000 പേർക്ക് മൂവ് ചെയ്യാനുള്ള പ്രദേശമായിരിക്കണം. ഇത്രയും ചെയ്തതിന് ശേഷം ഫ്ലാറ്റ് നിർമ്മിക്കണം. അത്രത്തോളം വലിയ ദീർഘവീക്ഷണമൊന്നും നമ്മൾ പ്രകടിപ്പിക്കാറില്ല. അപ്പോൾ അവിടേക്ക് നമ്മൾ എത്തണം. അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് മാത്രമേ ലോകഭൂപടത്തിൽ ഇടം നേടുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു വിഷണറി ആയിരിക്കണം നമ്മുടെ ഭരണത്തിന് നേതൃത്വം കൊടുക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ട്രിവാൻഡ്രം ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്നൊരു സ്ഥാപനമുണ്ട്. അവരാണ് ശരിക്കും ഇതൊക്കെ പ്ലാൻ ചെയ്ത് എങ്ങനെയാണ് ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ മുന്നോട്ടുള്ള വികസനങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവണം, അടുത്ത 5 കൊല്ലോ 10 കൊല്ലോ 15 കൊല്ലോ, അതിൽ കോർപ്പറേഷനുമായിട്ട് അവർ സഹകരിച്ച് ചെയ്യാറുണ്ടോ? ഞങ്ങളുടെ ഭരണം വന്നതിന് ശേഷം ഞങ്ങൾ ചില ചർച്ചകൾ, ഇൻഫോർമലായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, അല്ലാതെ ഗൗരവമായൊരു സിറ്റിംഗ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. ഗവൺമെൻറ്റിൻ്റെ സമീപനം എന്താണ് തിരുവനന്തപുരത്തെ പറ്റി? വളരെ വളരെ നല്ല സമീപനമാണ്. അത് മുൻ ഗവൺമെൻറ്റിൻ്റെയും ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്തുനിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ അടുത്തിടെ നമ്മുടെ മേയർ വിദേശ ഒരു യാത്ര നടത്തി. വളരെ അഭിമാനിക്കാവുന്ന ചില പ്രസ്താവനകൾ പേപ്പറിൽ കണ്ടു, 1-2 ഇൻ്റർവ്യൂയും കണ്ടു. എന്താണ് അതിൽ പറയാനുള്ളത്? അതായത് അത് ഒരു മലയാള സംഘടന പരിപാടി പങ്കെടുക്കാൻ വേണ്ടിയാണ് ആദ്യം പോകാൻ തീരുമാനിച്ചത്. പക്ഷേ 8 ദിവസത്തോടെ യാത്ര നീണ്ടു നിൽക്കും. അപ്പോൾ വിവിധ സംഘടന, എനിക്ക് തോന്നുന്നു 8 ദിവസം കൊണ്ട് 18 പരിപാടികൾ പങ്കെടുത്തു. ഈ എല്ലാ പരിപാടിയുടെ ഒരു പ്രത്യേകത കേരളത്തിനുമായി ബന്ധപ്പെട്ട പരിപാടികളായിരുന്നു. കേരള മലയാളികളുമായി ബന്ധപ്പെട്ടായിരുന്നു. ഏറെക്കുറെ അല്ല, 1-2 ഒരു 3-4 പ്രോഗ്രാം മാത്രമേ അല്ലാതെ മേയർമാരെ കാണുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ 8 ദിവസത്തെ യാത്രയിൽ എനിക്ക് ഒരു കാര്യം നല്ല ആത്മവിശ്വാസമുണ്ട്. നല്ല വിദേശ പരിചയമുള്ള, പല മേഖലകളിലും പ്രവർത്തി വിജയിച്ചിട്ടുള്ള വിദേശ മലയാളികൾ തിരുവനന്തപുരത്തിന് വേണ്ടി അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി അവരുടെ എക്സ്പീരിയൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തയ്യാറാണ്. പലതും ആരംഭിച്ചു കഴിഞ്ഞു. ഇത് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്, വളരെ നല്ലൊരു സന്ദേശമാണ് നൽകുന്നത്. അല്ല, അതെങ്ങനെയാണ് ഭാവിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ആരോഗ്യ മേഖലയിലും IT സെക്ടറിലുമാണ് എനിക്ക് ഏറ്റവും പെട്ടെന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത്. IT പ്രൊഫഷണൽസ് അവിടെ നിന്ന് വന്നു കഴിഞ്ഞു. അത് അവരുടെ സ്വകാര്യ യാത്രയ്ക്ക് വന്നതാണെങ്കിലും അവർ കോർപ്പറേഷനിലെത്തി. ഞങ്ങൾ പ്രതീക്ഷിച്ച അമേരിക്കയിലെ ഏറ്റവും മികച്ചൊരു IT വിദഗ്ധൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറുടെ ഓഫീസിൽ മെനങ്ങാന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ടെക്നോ പാർക്കുള്ള കമ്പനിയുടെ എക്സ്പെർട്ടുകൾ ഇന്നലെ രാവിലെ 11 മണി മുതൽ ഉച്ചവരെ ഇവിടുത്തെ സീനിയർ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഞങ്ങളുടെ IT സെക്ടറിലെ ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്യുകയായിരുന്നു. ചില കാര്യങ്ങൾ, ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിന് ചില കാര്യങ്ങൾ. ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദഗ്ധർ വരാൻ പോകുന്ന ദിവസങ്ങൾ തിരുവനന്തപുരത്ത് എത്തുകയാണ്. അപ്പോൾ ഈ 2 മേഖലയിലും ആദ്യം അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. പിന്നീട് നമുക്ക് അവിടുത്തെ നഗരങ്ങളുമായിട്ട് ഏതു തരത്തിലൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നിങ്ങൾ ആരംഭിക്കും. വളരെ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, അമേരിക്കയിലെ ലോകത്ത് എവിടെ പോയാലും കേരളത്തിൽ നിന്ന് പോയവർക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം കൊണ്ടായിരിക്കും പോയത്, പക്ഷേ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരാഗ്രഹം അവരുടെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങൾ, കോർപ്പറേഷനും പഞ്ചായത്തും ഒക്കെ തന്നെ അവരുടെ നിത്യജീവിതത്തിലും ചില കാര്യങ്ങൾ, ഈ നൂലാമാലകളിലൊക്കെ അവർക്കൊക്കെ ഇവിടെ വീടും സ്ഥലമൊക്കെ ഉണ്ടാവുമല്ലോ, ആവശ്യമില്ലാത്ത നൂലാമാലകളിലൊന്നും പെടുത്തി അവരുടെ ലീവിൽ അത്യാവശ്യം 5-10 ദിവസം വരുമ്പോഴേക്കും അതിനെ മുടക്കുന്നതിൽ നിന്ന് വളരെ ഈസി ആയിട്ടൊന്ന് പരിഹരിച്ചു കൊടുക്കണം എന്നുള്ള അഭിപ്രായം അവർക്കുണ്ട്. നമുക്ക് ഈ തിരുവനന്തപുരത്തിനൊന്ന് മാർക്കറ്റ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. തിരുവനന്തപുരത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ ബ്രാൻഡ് ചെയ്യണം. അതിൻ്റെ ക്വാളിറ്റി നിലനിർത്തണം. ഇൻ്റർനാഷണൽ ലെവലിൽ സ്വീകാര്യതയുള്ള ഉൽപ്പന്നങ്ങളായിട്ട് തിരുവനന്തപുരത്തെ ഉൽപ്പന്നങ്ങളെ മാറ്റണം. നമ്മൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ മൻ കി ബാത്തിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഗ്രാമത്തിലെ തനത് വിഭവങ്ങൾ, അത് ഭക്ഷ്യസാധനങ്ങളാവാം, കരകൗശല വസ്തുക്കളാകാം, മറ്റ് സാങ്കേതിക വിദ്യ പേറുന്ന ഉപകരണങ്ങളാകാം, ഒക്കെ ആവാം. ആ ഗ്രാമത്തിലെ ആ വസ്തുണ്ട്. ഇപ്പോൾ ആറന്മുള കണ്ണാടി, അതിന് നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കണം. അതിൻ്റെ പ്രാധാന്യം പറഞ്ഞ് അതിൻ്റെ ക്വാളിറ്റി നിലനിർത്തി അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ എല്ലാ സൗന്ദര്യവും സൗരഭ്യവും ലോകോത്തരമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. അതിന് കോർപ്പറേഷൻ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഇന്നലെ ഞാൻ ചിത്രകാരന്മാരുടെ അവരുടെ കുറേ ചിത്രരചന പ്രദർശനം ഞാൻ കാണാൻ പോയിരുന്നു. ഞാൻ അവരോട് പറഞ്ഞത്, ഈ നിങ്ങൾ ഇത്രയും കഴിവുള്ളവരുണ്ട്. അവർ പറഞ്ഞ 2000 ചിത്രങ്ങൾ അവരുടെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ പ്രശ്നം നമ്മൾ നടത്തണം, നാഷണൽ ലെവലിൽ നടത്തണം, ഇൻ്റർനാഷണൽ ലെവലിൽ നടത്തണം. ആ ചിത്രം വാങ്ങാനായിട്ട് ആൾക്കാർ വരും. പിന്നീട് അവരുടെ ഡിമാൻഡ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ തിരുവനന്തപുരത്തെ ചിത്രകാരന്മാരുടെ ഈ കഴിവുണ്ടല്ലോ, ഇതിനെ ലോകോത്തരമാക്കണം നമുക്ക്. അല്ല, നമ്മുടെ എടുത്തു പറയാവുന്നത് കൈത്തറി മേഖലയാണ്. ബാലരാമപുരം കൈത്തറി എന്ന് പറയുന്നത് ലോകോത്തര നിലവാരത്തിലുള്ളതാണ്. അതുപോലെ തന്നെ ആചാരകലകൾ പറഞ്ഞ പോലെ നമ്മുടെ പത്മനാഭസ്വാമി ടെമ്പിളിലെ ഓണവില്ല് വേറെ ഒരു ടെമ്പിളിലും ഇല്ല, ഒരു പരിപാടിയില്ല. മാത്രമല്ല അതൊരു കുടുംബത്തിൻ്റെയാണ്. അത് നമ്മൾ ഒരുപാട് മാർക്കറ്റ് ചെയ്യേണ്ടതാണ്. ചെയ്യണം.
ഓണവില് മാർക്കറ്റ് ചെയ്യണം, അതുപോലെ തന്നെ കൈത്തറി മാർക്കറ്റ് ചെയ്യണം. പിന്നീട് ഭക്ഷ്യവിഭവങ്ങൾ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റും അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പല ഭാഗത്തും എന്ത് മികച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇതിനെയൊക്കെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി തനിമ നിലനിർത്തിക്കൊണ്ട് നമ്മൾ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, തിരുവനന്തപുരം ബ്രാൻഡാക്കി മാറ്റിക്കഴിഞ്ഞാൽ ലോകം സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിന് നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള, ലോകത്ത് ആരും മുടക്കുന്നതിനേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് നമുക്ക് വിഴിഞ്ഞത്തുനിന്ന് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാം. ശരി, സിംഗിൾ ട്രാൻസ്ഷിപ്മെൻറ്റിൽ പോകും, അത് നമുക്ക് ഉപയോഗിക്കാം. അതിലൂടെ തന്നെ എന്തുമാത്രം തൊഴിൽ സാധ്യതകൾ വരുന്നു. ഈ രീതിയിൽ ഡൈനാമിക്കായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. തൊഴിൽ സാധ്യതകൾ അനന്തമാണ്. അത് നമ്മൾ അതിനൊരു അപ്പുറത്തെ വശമുണ്ട്. അത്രയും കുടുംബങ്ങളെ ഇവിടെ പാർപ്പിക്കണം. തീർച്ചയായിട്ടും അതിനുള്ളൊരു ഇൻഫ്ര ഉണ്ടാവണം. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഫ്ലാറ്റ് സംസ്കാരം വലുതായിട്ടുണ്ട്. എറണാകുളത്തെ അപേക്ഷിച്ച് തിരുവനന്തപുരത്ത് നോക്കാൻ അത് കുറവാണ്. കഴിയുന്നിടത്തോളം ആളുകൾ ഒരു വീട്ടിൽ താമസിക്കുന്നു. ഒരു ഫ്ലാറ്റ് സംസ്കാരം എന്ന് പറയുന്നത് ആയിട്ട് തുടങ്ങിയില്ല. അവിടെ ഇവിടെ ചില പോക്കറ്റുകളുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഇത്രയും ആളുകളെ ബാഹുല്യം ഉണ്ടായതുകൊണ്ട് അങ്ങനത്തെ ചില ഇത് വന്നേ പറ്റൂ. അല്ല, അത് സ്വാഭാവികമായിട്ട് വളരുന്ന നഗരങ്ങളുണ്ട്. ഇപ്പം 25 വർഷം മുമ്പ് നമ്മളിങ്ങനെ ഒരു തിരുവനന്തപുരത്തൊക്കെ ചിന്തിക്കും. ആവശ്യം സൃഷ്ടിയുടെ മാതാവെന്ന് പറയുന്ന പോലെ ആവശ്യം വരുമ്പോഴേക്കും സൃഷ്ടി ഉണ്ടാകും. പക്ഷേ സൃഷ്ടി ഉണ്ടാകുമ്പോഴേക്കും അതൊരു ദീർഘവീക്ഷണത്തോടുള്ള സൃഷ്ടിയായിരിക്കണം. ഒരു 24 മണിക്കൂറിന് വേണ്ടി മാത്രമുള്ള സൃഷ്ടിയാവരുത്. അതൊരു 25 വർഷം 50 വർഷം മുന്നിൽ കണ്ടുകൊണ്ടെങ്കിൽ മിനിമം അത്രയും കണ്ടുകൊണ്ടുള്ള സൃഷ്ടിയായിരിക്കണം. വാഹന ബാഹുല്യം ഒരു വലിയൊരു ഘടകമാണ്. അതിനനുസരിച്ച് വലിയ വലിയ റോഡുകൾ വരണം. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു നിലയിലോട്ട് മാറുകയാണ്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ സീസൺ, ഓണക്കാലമായാലും അല്ലാതായാലും. അപ്പോൾ അതിന് ഒരു നിയന്ത്രിതമായ ഒരു പ്ലാൻ ഉണ്ടാവണ്ടേ? ഒരു വീട്ടിൽ തന്നെ 2-3 വാഹനങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊന്നും നമുക്ക് ഒഴിവാക്കാനും സാധിക്കില്ല. ഇപ്പോൾ പല രാജ്യങ്ങളിലും പോയാൽ 4 പേരുണ്ടെങ്കിൽ 4 കാറുണ്ടാവും. അതൊന്നും മാറിയ സാഹചര്യത്തിലും ജനങ്ങളുടെ സ്പെൻഡിങ് കപ്പാസിറ്റി വർദ്ധിച്ചതുകൊണ്ടും അതൊന്നും ഒഴിവാക്കാൻ പറ്റും. പക്ഷേ അതിനൊക്കെ നമുക്ക് ഇങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചും. റോഡുകൾ കുറേ കൂടി വലുതാവണം. എല്ലായിടത്തും സാധിക്കില്ല. സാധിക്കുന്ന സ്ഥലങ്ങളിൽ, മറ്റുള്ള സ്ഥലങ്ങളിൽ ഫ്ലൈ ഓവറുകൾ വരണം. ഇപ്പോൾ ഹൈദരാബാദിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ എത്ര കിലോമീറ്ററാണ് ഫ്ലൈ ഓവർ? ചെന്നൈയിൽ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ആ രീതിയിലേക്ക് കാഴ്ചപ്പാട് മാറണം. അല്ല, ഇപ്പം ഇവിടെ സംസ്ഥാനത്ത് ഈ കോർപ്പറേഷൻ ഭരിക്കുന്ന BJP ആണ്, സെൻട്രലും BJP ആണ്. അപ്പോൾ നമുക്ക് ചില അങ്ങനത്തെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കുറേ കൂടെ സൗകര്യമല്ലേ? ഫ്ലൈ ഓവർ ആയാലും ട്രാൻസ്പോർട്ടിൻ്റെ ആയാലും ഇടപെടുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, അത് പരിഗണനയിലുണ്ട്. ആരോഗ്യരംഗത്തിൻ്റെ പരാമർശിച്ചപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടേതായ സ്വന്തമായിട്ടൊരു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്, റീജിയണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിന്ന് ശരിക്കും പറഞ്ഞാൽ ആളുകളുടെ ബാഹുല്യം കൊണ്ടും അല്ലെങ്കിൽ രോഗികളുടെ ബാഹുല്യം കൊണ്ടും ഒരുപാട് പരിമിതി നേരിടുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. നമുക്കതിലെന്തെങ്കിലും കോർപ്പറേഷനായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ? അതിൽ 2 കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് കാർഡിയോളജി, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ. അതിൽ എയർലി ഡിറ്റക്ഷനാണ് ഏറ്റവും പ്രധാനം. കാരണം ഒരു 25-30 വയസ്സിൽ കാർഡിയാക് അറസ്റ്റ് വരുന്ന ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലം കേരളമാണ്. ഞാൻ കൃത്യമായിട്ട് കണക്കുകൾ വിലയിരുത്തി പഠിച്ചിട്ടും പറയണം. പക്ഷേ അത് ഇയർലി ഡിറ്റക്ഷനിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഫുഡ് ഹാബിറ്റ് ഇപ്പം 10 വർഷം അല്ലെങ്കിൽ 15 വർഷം കഴിയുമ്പോഴേക്കും ഒരാളിന് കാർഡിയാക് അറസ്റ്റ് വരാൻ സാധ്യതയുണ്ടോ എന്ന് അതിന് മുൻപ് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും. മെഡിസിൻ ഇല്ലാതെ തന്നെ ഒരു പക്ഷേ. അപ്പോൾ അങ്ങനെയുള്ള റിസർച്ചിൻ്റെ ആവശ്യമുണ്ട്. മറ്റൊന്ന് ക്യാൻസർ ബാധിക്കുന്നത് വർദ്ധിച്ചു വരികയാണ്. ഫുഡ് പാറ്റേൺ ആയിരിക്കാം, മറ്റ് പല കാരണങ്ങളുമായിരിക്കാം. അപ്പോൾ അതിൻ്റെ റിസർച്ച് സെൻറ്ററും ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ട്രീറ്റ്മെൻറ്റും ആവശ്യമാണ്. ലോകോത്തര നിലവാരമുള്ള ചികിത്സ, ലോകത്തിലെ ഏറ്റവും മികച്ച ചികിത്സ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും അത് സാധിക്കില്ല. ആ ചികിത്സ നമുക്ക് നമ്മുടെ ആ നിലവാരമുള്ള ചികിത്സ ഇവിടെ ലഭ്യമാക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സം മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞാൻ പഠിച്ചപ്പോഴേക്കും ലോകത്ത് വിവിധ സ്ഥലങ്ങളിൽ പോയിട്ട് ആരോഗ്യ മേഖലയിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കിയിരിക്കുന്നവർ പലരും മലയാളികളാണ്. നമ്മുടെ തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ മെഡിസിൻ്റെ ആദ്യാക്ഷരങ്ങൾ പഠിച്ച ആൾക്കാരാണ് ലോകം അറിയപ്പെടുന്ന ലോകത്തിൻ്റെ ആരോഗ്യമേഖല നിയന്ത്രിക്കുന്നത്. തീർച്ചയായിട്ടും. മറ്റൊരു സന്തോഷ വാർത്ത, അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ തന്നെ അവർക്ക് തൃപ്തരാണ്. 40, 45, 50 വർഷം കൊണ്ട് ഇനി അവർക്ക് ജന്മം നൽകി അവരാക്കിയ നാടിന് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതിൽ 45, 50 വർഷത്തെ അവരുടെ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. നമുക്ക് 45, 50 വർഷത്തെ ലോകോത്തര നിലവാരത്തിലുള്ള എക്സ്പീരിയൻസ്, എക്സ്പെർട്ടൈസ് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അതിലപ്പുറം അവസരം കേരളത്തിൽ എന്താ ഉള്ളത്?
അപ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തുവാനുള്ള ഒരു വിശാല മനസ്സ് നമ്മൾ കാണിക്കുകയും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ സംസ്ഥാന സർക്കാരുമായിട്ട് ചേർന്നിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ ഈ ആവശ്യം വെച്ചിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലോടുകൂടി നമുക്ക് എന്തൊക്കെ നടപ്പിലാക്കാൻ സാധിക്കും. ചില കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയും അവരുടെ ഇടപെടലും വേണം. അപ്പോൾ അങ്ങനെ നമുക്ക് തിരുവനന്തപുരത്ത് ഒരു പ്രസ്ഥാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ലതെന്നുള്ള അഭിപ്രായം പൊതുസമൂഹത്തിനുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയൊക്കെയാണ് അതിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അവിടെയൊക്കെ ശ്രദ്ധയിൽ ഇങ്ങനെ വന്ന ആവശ്യങ്ങൾ നമ്മൾ പെടുത്തും. പക്ഷേ സാധിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. വേറെ ഒരു എനിക്ക് തോന്നുന്ന ഒരു സമ്മേളനത്തിൽ പറഞ്ഞാണ് തിരുവനന്തപുരത്തിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവും. അതിപ്പം താമസിയാതെ അത് അനൗൺസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ വേറെ 5 കൊല്ലം കാലാവധി തീരുമ്പം എവിടെ നിൽക്കണം ഈ തിരുവനന്തപുരം എന്നുള്ള ഒരു കാഴ്ചപ്പാടില്ലേ? അതുണ്ട്. 5 കൊല്ലം കഴിയുമ്പോൾ എവിടെ നിൽക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് കൃത്യമായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ വിലയിരുത്തലിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ സാഹചര്യങ്ങളിലാണ് ചിലപ്പോൾ ഒരു കാര്യം നമ്മൾ ഒരു ദിവസം കൊണ്ട് നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 ദിവസം കൊണ്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാമല്ലോ, ചിലപ്പോൾ വളരെ പെട്ടെന്ന് നടന്നിരിക്കും. എന്തായാലും ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്ലാനുണ്ട്. മറ്റൊന്ന് 5 വർഷത്തെ ഭരണം മാത്രമല്ല ഞങ്ങളുടെ പ്ലാൻ. 2047 ലോകത്തിലെ ഏറ്റവും വലിയ വികസന രാഷ്ട്രമായിട്ട് ഭാരതം മാറുമ്പോൾ അതിലേറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കോർപ്പറേഷനുകളിലൊന്ന് തിരുവനന്തപുരം. അത് എല്ലാ മേഖലയിലും അങ്ങനെ ആക്കുവാനുള്ള അശ്രാന്ത പരിശ്രമത്തിൽ, അതാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം. അതിലേക്ക് എത്തുവാണ് ഞങ്ങൾ. ഇത് എല്ലാവിധ പിന്തുണയും ഇദ്ദേഹത്തിന് അറിയിക്കുന്നു. നല്ലൊരു ഓണം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി SCVയുടെ പ്രേക്ഷകർക്ക് എല്ലാം തന്നെ നന്ദി, നമസ്കാരം. ഓണാശംസ. താങ്ക് യു.